ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിസ് എന്നുള്ള ഒരു പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകളാണ്. മിസ് വേർഡ്സ്. അപ്പം മിസ് എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും. പ്രിഫിക്സ് എന്ന് പറയുന്നത് ഒരു വേർഡിന് മുൻപ് ആഡ് ചെയ്യുന്ന ലെറ്റർ, ഒരു ലെറ്റർ ആവാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആവാം. ആ വേർഡ് ആഡ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ലെറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഉണ്ടായിരുന്ന വേർഡിന്റെ മീനിങ് ചേഞ്ച് ആവും. ഇപ്പൊ പ്രിഫിക്സ് പോലെ തന്നെ സഫിക്സും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിഫിക്സ് മിസ് എന്നുള്ള MIS എന്നുള്ള പ്രിഫിക്സ് ആണ്. ഈ MIS പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡെയിലി കോൺവെർസേഷനിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ നോക്കുന്നത് മിസ് എന്താണ്? മിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിഫിക്സ്. മിസ് എന്നുള്ള പ്രിഫിക്സിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ റോങ്ലി അല്ലെങ്കിൽ ബാഡ്ലി എന്ന് വെച്ചാൽ തെറ്റായി അല്ലെങ്കിൽ മോശമായി എന്നുള്ള മീനിങ് ആണ്. തെറ്റിപ്പോയി അല്ലെങ്കിൽ മോശമായി എന്നുള്ള മീനിങ് ആണ് MIS എന്നുള്ള പ്രിഫിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ്. അങ്ങനെ എല്ലാ പ്രിഫിക്സസിനും ഇതുപോലൊരു മീനിങ് കാണും. ഓൾസോ പ്രിഫിക്സ് പോലെ സഫിക്സും ഉണ്ട്. സഫിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ആഡഡ് ആഫ്റ്റർ ദ വേർഡ്, വേർഡിന് ശേഷം ആഡ് ചെയ്യുന്ന ഇതുപോലത്തെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ് സഫിക്സ്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് MIS പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ്. ആദ്യം നമ്മൾ കാണുന്നത് ഒരു MS എന്നുള്ളൊരു വേർഡാണ്. MS എന്ന് പറയുമ്പോൾ എല്ലാം ഇപ്പം ഈ MIS വരുമ്പോൾ തന്നെ റോങ്, ബാഡ്, നോട്ട് റൈറ്റ് എന്നുള്ള മീനിങ് ആണ്. MS എന്നുള്ള വേർഡിന്റെ മീനിങ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ദിസ് ഇസ് നോട്ട് എ പ്രിഫിക്സ്. പക്ഷെ MS കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ MS എന്നുള്ള വേർഡ് വരുന്നത് നോട്ട് ക്വൈറ്റ് റൈറ്റ് ഓർ ഔട്ട് ഓഫ് പ്ലേസ് എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. നോട്ട് ക്വൈറ്റ് റൈറ്റ് ഓർ ഔട്ട് ഓഫ് പ്ലേസ്. ഓക്കെ, അതായത് അനുചിതമായി അല്ലെങ്കിൽ തെറ്റായി പോയി എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അനുചിതമായി, തെറ്റാണത്, തെറ്റായി പോയി എന്നുള്ളതാണ്. ഒരു സെന്റൻസ് നോക്കിക്കേ. സംതിങ് ഫീൽസ് എമിസ്. എന്തോ ഒന്ന് തെറ്റായിട്ട് തോന്നുന്നു, എന്തോ തെറ്റ് സംഭവിച്ച പോലെ തോന്നുന്നു, അനുചിതമായിട്ട് എന്തോ തോന്നുന്നു. ഇഫ് യു ഫൈൻഡ് എനിത്തിങ് എമിസ് പ്ലീസ് ലെറ്റ് മീ നോ. എന്തെങ്കിലും ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, തെറ്റായിട്ടിരിക്കുന്നു, തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. ഇഫ് സംതിങ് ഗോസ് എമിസ് എന്ന് പറഞ്ഞാലും നമുക്കൊരു സെന്റൻസ് കിട്ടും. സംതിങ് ഫീൽസ് എമിസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഇഫ് എനിത്തിങ് ഗോസ് എമിസ് കോൾ മീ ഇമ്മീഡിയറ്റ്ലി. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു എന്ന് തോന്നുവാണെങ്കിൽ, എന്തെങ്കിലും തെറ്റിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് അറിയിക്കൂ, വിളിക്കൂ എന്നാണ്. ഓക്കെ, അടുത്ത് നമ്മളിപ്പം പ്രിഫിക്സിലേക്ക് കിടക്കുകയാണ്. മിസ് എന്നുള്ള പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് വേർഡ്സ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആക്സിഡന്റലി ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ടൈപ്പിംഗ് എററാണ്. ഒരിക്കലും ഈ M ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേർഡ്സ് അല്ലാതെ നമ്മൾ എഴുതുന്ന ടൈമിൽ സ്മോൾ ലെറ്ററിൽ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ സ്മോൾ ലെറ്റർ വേണം വരാൻ. MIS എന്ന് വരുമ്പോൾ M സ്മോൾ ലെറ്റർ വേണം എഴുതാൻ. മിസ്പ്ലേസ്ഡ്. മിസ്പ്ലേസ്ഡ് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡാണ്. മിസ്പ്ലേസ്ഡ്. ഐ മിസ്പ്ലേസ്ഡ് മൈ കീസ്. പുട്ട് സംതിങ് ഇൻ ദ റോങ് പ്ലേസ്. അതായത് ഞാൻ എവിടെയാ വച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, എവിടെയോ തെറ്റായി വെച്ചു, എന്നും വയ്ക്കുന്നിടത്തുനിന്ന് മാറ്റിയാണ് ഞാൻ വച്ചത്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. ഐ മിസ്പ്ലേസ്ഡ് മൈ കീസ്. എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ കീസ് നമ്മൾ എവിടെയെങ്കിലും മറന്ന് മാറ്റി വയ്ക്കും, എന്നിട്ട് പിന്നെ അന്വേഷിച്ച് നടക്കും. അപ്പൊ അതാണ് ഐ മിസ്പ്ലേസ്ഡ് മൈ കീസ്. മിസ്പ്ലേസ്ഡ് എന്ന് വെച്ചാൽ ടു പുട്ട് സംതിങ് ഇൻ ദ റോങ് പ്ലേസ്, എന്നും വയ്ക്കുന്നിടത്ത് നിന്ന് മാറി വേറൊരിടത്ത് വയ്ക്കുന്നു, അതാണ് മിസ്പ്ലേസ്ഡ്. മിസ്ഫിറ്റ്. മിസ്ഫിറ്റ് അനദർ മിസ് വേർഡ് വന്നിരിക്കുകയാണ്. മിസ്ഫിറ്റ്. മിസ്ഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിറ്റ് എന്നുള്ള വേർഡിന്റെ കൂടെയാണ് MIS ആഡ് ചെയ്തിരിക്കുന്നത്. മിസ്പ്ലേസ്ഡ് വന്നപ്പോൾ നമുക്കറിയാം പ്ലേസ്ഡ് എന്നുള്ള വേർഡിന്റെ കൂടെയാണ് നമ്മൾ MIS ആഡ് ചെയ്തത്. മിസ്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ് ഇൻ. അനുയോജ്യനല്ലാത്തവൻ. ഒരു അനുയോജ്യനല്ലാത്തവൻ എന്ന് മാത്രമല്ല, അനുയോജ്യമല്ലാത്തത് എന്നുള്ള മീനിങ്ങുമുണ്ട്. യോജിക്കാത്തത് എന്നുള്ള മീനിങ് ആണ്. യോജിക്കാത്തത്, യോജിക്കുന്നതല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹി ഫെൽറ്റ് ലൈക്ക് എ മിസ്ഫിറ്റ് ഇൻ ദ ഓഫീസ്. അവന് ഓഫീസിന് അനുയോജ്യനല്ലാത്തവനാണെന്ന് തോന്നുന്നു. പല കാരണങ്ങൾ കൊണ്ട്. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആവാം,
അല്ലെങ്കിൽ നല്ല നല്ല കൊളീഗ്സ് ഉണ്ടാവില്ല, കൊളീഗ്സുമായിട്ട് പ്രോപ്പർലി എന്താണ് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒറ്റപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ അസൈൻ ചെയ്ത ടാസ്ക് ഒന്നും കംപ്ലീറ്റ്ലി മറ്റുള്ളവരെ പോലെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ് ഞാൻ ഇവിടെ യോജിക്കുന്ന ഒരാളല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിന് യോജിക്കാത്ത ഒരാളാണ്, അനുയോജ്യനല്ലാത്തവനാണ് എന്ന ഫീലിംഗ്. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേർഡാണ് മിസ്ഫിറ്റ്. ഹി ഫെൽറ്റ് ലൈക്ക് എ മിസ്ഫിറ്റ് ഇൻ ദ ഓഫീസ്. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ അനുയോജ്യനല്ലാത്തവൻ, അനുയോജ്യമല്ലാത്തത് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് മിസ്നോമർ. അധികം കേട്ടിട്ടുണ്ടാവില്ല. മിസ്നോമർ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഇനാക്കുറേറ്റ് ആയിട്ടുള്ള ഒരു നെയിം, റോങ് നെയിം, ഡെസിഗ്നേഷൻ, ഒരു സ്ഥാനപ്പേര് തെറ്റി നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടൊരു പേര് ഒരാളെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ തെറ്റായിട്ടൊരു അഡ്ജക്റ്റീവ് ഒരാളെ. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോളിംഗ് എ ഹാർഡ് വർക്കർ ഈസ് നോട്ട് എ മിസ്നോമർ. കോളിംഗ് ഹെർ എ ഹാർഡ് വർക്കർ എന്നാണ്. ഇവിടെ ഒരു ഹെർ വിട്ടുപോയിട്ടുണ്ട്. കോളിംഗിന് ശേഷം ഹെർ വേണം. കോളിംഗ് ഹെർ എ ഹാർഡ് വർക്കർ ഈസ് നോട്ട് എ മിസ്നോമർ. ഷി ട്രൂലി ഡിസേർവ്സ് ഇറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? അവളെ ഒരു ഹാർഡ് വർക്കിംഗ് ഗേൾ അല്ലെങ്കിൽ ഹാർഡ് വർക്കർ, നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആളെന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ ഇവിടെ എന്ത് നെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഹാർഡ് വർക്കർ എന്നുള്ള നെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിസ്നോമർ അല്ല അതെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ മിസ്നോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായി സംബോധന ചെയ്യുന്നു. അപ്പം ഇവിടെ അത് തെറ്റല്ല. ബിക്കോസ് ഷി ട്രൂലി ഡിസേർവ്സ് ഇറ്റ്. അവളത് നന്നായി ചെയ്യുന്നുണ്ട്, അവൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ മിസ്നോമർ. മിസ്നോമർ എന്ന് പറഞ്ഞാൽ ഒരു റോങ്, ഇനാക്യുറേറ്റ് നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷനെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ മിസ്നോമറിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ തെറ്റി വിളിക്കുന്നതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കോല ബെയർ. കോല എന്ന് പറയുന്ന ആനിമലിന് ശരിക്കും അതൊരു കൊല അല്ല, അതൊരു ബെയർ അല്ല, പക്ഷെ അതിനെ കോല ബെയർ എന്നാണ് പറയണത്. അപ്പൊ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ മിസ്നോമർ. ഓക്കെ, അടുത്തത് മിസ്പ്രൊനൗൺസ്. മിസ്പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ടു പ്രൊനൗൺസ് എ വേർഡ് ഇൻകറക്ട്ലി, തെറ്റായി ഉച്ചരിക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഒരു മിസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി വേർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. മിസ്പ്രൊനൗൺസ്, ടു പ്രൊനൗൺസ് എ വേർഡ് ഇൻകറക്ട്ലി. ഷീ ഓഫൺ മിസ്പ്രൊനൗൺസ് ലോങ് വേർഡ്സ്. വലിയ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അവൾ മിക്കപ്പോഴും തെറ്റിക്കാറുണ്ട്. ഈ ഓഫൺ എന്നുള്ള വേർഡൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ മലയാളം മീനിങ് എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഷീ ഓഫൺ മിസ്പ്രൊനൗൺസ് ലോങ് വേർഡ്സ്. അവള് മിക്കപ്പോഴും വലിയ വാക്കുകൾ പറയുമ്പോൾ തെറ്റി ഉച്ചരിക്കാറുണ്ട്. ഓക്കെ, മിസ്ഇന്റർപ്രറ്റ്, തെറ്റായി വ്യാഖ്യാനിക്കുക. ഷീ മിസ്ഇന്റർപ്രറ്റഡ് മൈ വേർഡ്സ്. എന്റെ വാക്കുകൾ അവൾ തെറ്റായി വ്യാഖ്യാനിച്ചു. അവൾ എന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു. ഷീ മിസ്ഇന്റർപ്രറ്റഡ് മൈ വേർഡ്സ്. മിസ്കമ്മ്യൂണിക്കേഷൻ. എഗെയിൻ എല്ലാം തെറ്റ്. നമ്മൾ ഓൾറെഡി മിസ് എന്നുള്ള പ്രിഫിക്സിന്റെ മീനിങ് പറഞ്ഞു. അത് ഏതിന്റെയൊക്കെ കൂടെ വരുന്നു എന്നാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തെറ്റായ ആശയവിനിമയം, അതാണ് മിസ്കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അല്ലെ. മിക്കവാറും ഉള്ള പ്രോബ്ലംസിനെല്ലാം റീസൺ ആണ് ഈ മിസ്കമ്മ്യൂണിക്കേഷൻ. മിസ്കമ്മ്യൂണിക്കേഷൻ ക്യാൻ കോസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. മിസ്കമ്മ്യൂണിക്കേഷൻ ക്യാൻ കോസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അതായത് തെറ്റായ ആശയവിനിമയം സംഭവിച്ചാൽ ഒത്തിരി പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെന്റൻസ് എന്താ? ദ ഫൈറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ. തെറ്റായ ആശയവിനിമയം കൊണ്ട് മാത്രം സംഭവിച്ച ഒരു വഴക്കാണത്. ഫൈറ്റെന്നോ ക്വാറലെന്നോ എന്തെങ്കിലും പറയാം. വലിയ വഴക്കാണെങ്കിൽ ഫൈറ്റ്, അതല്ലെങ്കിൽ നമുക്ക് ക്വാറൽ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്, എന്ത് വേണേ പറയാം. ഇറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് മിസ്കമ്മ്യൂണിക്കേഷൻ. ഇനി കുറച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? മിസ്മാച്ച്, ചേരാത്തത്. അത് മിസ്മാച്ച് ആണ് കേട്ടോ. ആ കളേഴ്സ് തമ്മിൽ ചേരില്ല, ദാറ്റ് ഈസ് മിസ്മാച്ച്. ആ കളേഴ്സ് മിസ്മാച്ച് ആണ് എന്ന് പറഞ്ഞാൽ ചേരാത്തത്. മിസ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ തെറ്റായി ഉപയോഗിക്കുക. ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ തെറ്റായി ഉപയോഗിക്കുക. മിസ്അണ്ടർസ്റ്റാൻഡ്, തെറ്റിദ്ധരിക്കുക, തെറ്റിദ്ധാരണ, തെറ്റിദ്ധരിക്കുക. മിസ്അണ്ടർസ്റ്റാൻഡ്. അപ്പം നമ്മുടെ മിസ്മാച്ച് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ആണ്. There is a total mismatch in their ideas. അവരുടെ ആശയങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയുമില്ല. അപ്പം ഇവിടെ നമ്മൾ ചേരാത്തത് എന്ന് എഴുതുമ്പോൾ എന്താ എൻ്റെ അർത്ഥം? ചേർച്ചയില്ല എന്നുള്ളതാണ്. അവരുടെ ആശയങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയുമില്ല. There is a total mismatch in their ideas. അതാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ മിസ് വെച്ച് വേറൊരെണ്ണം പറഞ്ഞു, മിസ്യൂസ് അല്ലെ.
Misuse of water. The misuse of water can lead to acute shortages. Misuse. യൂസ് ചെയ്യുക, മിസ്യൂസ് ചെയ്യുക. മിസ്യൂസ് എന്ന് പറഞ്ഞാൽ തെറ്റായി ഉപയോഗിക്കുക, ദുരുപയോഗം ചെയ്യുക. വെള്ളം ദുരുപയോഗം ചെയ്താൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? അക്യൂട്ട് എന്ന് പറഞ്ഞാൽ സിവിയർ, വളരെ സിവിയർ ആയിട്ടുള്ള ഷോർട്ടേജ് ഓഫ് വാട്ടർ ഉണ്ടാവും. വെള്ളത്തിന്റെ ലഭ്യതക്ക് ഭയങ്കര ഷോർട്ടേജ് ഉണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം. ദ മിസ്യൂസ് ഓഫ് വാട്ടറിൽ നമ്മൾ പറയാം ബി കെയർഫുൾ വിത്ത് ദ മിസ്യൂസ് ഓഫ് വാട്ടർ. യൂസ് വാട്ടർ പ്രോപ്പർലി എന്ന് പറയുന്നത് ബി കെയർഫുൾ വിത്ത് ദ മിസ്യൂസ് ഓഫ് വാട്ടർ. ഇറ്റ് ക്യാൻ ബി നോട്ടഡ് ഇൻ മെനി ഏരിയാസ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പലയിടത്തും. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദ മിസ്യൂസ് ഓഫ് വാട്ടർ ക്യാൻ ലീഡ് ടു അക്യൂട്ട് ഷോർട്ടേജസ്. അപ്പം അടുത്തത് മിസ്കാൽക്കുലേറ്റ്. മിസ്കാൽക്കുലേറ്റ്, ഇപ്പൊ കാൽക്കുലേറ്റ് എന്നുള്ള വേർഡിന്റെ കൂടെ MIS ആഡ് ചെയ്തു, MIS എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്തു. സോ മിസ്കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായിട്ട് കണക്ക് കൂട്ടുന്നതിനെയാണ് നമ്മൾ മിസ്കാൽക്കുലേറ്റ് എന്ന് പറയുന്നത്. ഐ മിസ്കാൽക്കുലേറ്റഡ് ദ എമൗണ്ട്. എന്തിന്റെയെങ്കിലും ഒരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്തപ്പം നമ്മൾ തെറ്റായിട്ട് കണക്കൂട്ടി, തെറ്റ് സംഭവിച്ചു, തെറ്റായി കണക്കൂട്ടുക. മിസ്കാൽക്കുലേറ്റഡ്. ഐ മിസ്കാൽക്കുലേറ്റഡ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റ് ടെൻസിലാണ് സെന്റൻസ് തന്നിരിക്കുന്നത്. ഐ മിസ്കാൽക്കുലേറ്റഡ് ദ എമൗണ്ട്. ഞാൻ അത് തെറ്റായി കണക്ക് കൂട്ടി. അടുത്തത് മിസ്ബിഹേവ്. ഓക്കെ, അഗെയിൻ ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. മിസ്ബിഹേവിങ് നമ്മൾ ഒത്തിരി കേൾക്കുന്നതാണ്. സോ മിസ്ബിഹേവ് എന്ന് പറഞ്ഞാൽ എന്താ? മോശമായിട്ട് തന്നെ പെരുമാറുക, തെറ്റായി പെരുമാറുക, മോശമായി പെരുമാറുക. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മിസ് എന്നുള്ള വേർഡിന്റെ മീനിങ്സ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം മോശമായി പെരുമാറുക. he misbehaved with him, he misbehaved with her. അതെങ്കിലും നമ്മൾ പറയാം. മിസ്ബിഹേവ് എന്നുള്ളത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതാണ്. ഡോണ്ട് മിസ്ബിഹേവ് ടു അതേഴ്സ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അടുത്തത് മിസ്ഫോർച്യൂൺ. മിസ്ഫോർച്യൂൺ എന്ന് വെച്ചാൽ ദുർവിധി, സംഭവിക്കാൻ പാടില്ലാത്ത വളരെ ഒരു മോശമായ ഒരു സാഹചര്യം. മിസ്ഫോർച്യൂൺ, ബാഡ് ലക്ക്, ദുർവിധി എന്ന് നമ്മൾ പറയും. ഷി ഫേസ്ഡ് എ ലോട്ട് ഓഫ് മിസ്ഫോർച്യൂൺ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം അവൾ ഒത്തിരി മിസ്ഫോർച്യൂൺസ് ഫേസ് ചെയ്തു. ഒത്തിരി ദുരനുഭവങ്ങൾ എന്നുള്ളതാണ് ദുർവിധി, ദുരനുഭവം. ഒത്തിരി ദുരനുഭവങ്ങൾ അവൾക്കുണ്ടായി. മിസ്ഫോർച്യൂൺ. ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താ? ലക്ക്, ഗുഡ് തിങ് അല്ലെ? അതിലൂടെ മിസ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് തെറ്റായി. ഓക്കെ, മിസ്ലീഡിങ്. മിസ്ലീഡിങ് വഴിതെറ്റിക്കുക. അപ്പം നമ്മൾ പറയാറുണ്ട് മിസ്ലീഡിങ് ക്ലൂസ്. കിട്ടിയ ക്ലൂസ് അല്ല, ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, ഇൻവെസ്റ്റിഗേഷന് കിട്ടിയ ക്ലൂസ് എല്ലാം തന്നെ മിസ്ലീഡിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള ക്ലൂസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിസ്ലീഡിങ്, വഴി തെറ്റിക്കുക. ഹെർ സ്റ്റേറ്റ്മെന്റ്സ് ആർ മിസ്ലീഡിങ്. അവൾ പറയുന്ന അവളുടെ സ്റ്റേറ്റ്മെന്റ്സ്, അവൾ നടത്തിയ പ്രസ്താവനകളെല്ലാം നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്, വഴിതെറ്റിക്കുകയാണ് എന്നാണെങ്കിൽ മീനിങ്. ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഹെർ സ്റ്റേറ്റ്മെന്റ്സ് ആർ മിസ്ലീഡിങ്. നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്, വഴിതെറ്റിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും വളരെ ചെറിയൊരു വീഡിയോ ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. മിസ് എന്നുള്ള ഇനിയുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒത്തിരി. മിസ്റ്റേക്ക് ഉണ്ട്, മിസ്റ്റേക്കൺ നമുക്ക് പ്രിഫിക്സ് എന്ന് പറയാൻ പറ്റില്ല, MIS ചേർത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് പറഞ്ഞു, മിസ്അണ്ടർസ്റ്റുഡ് എന്ന് പറയും. പിന്നെ എന്താണ്? മിസ്കാരിയേജ് എന്നൊരു വേർഡ് ഉണ്ട്. മിസ്കാരിയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബോർഷൻ ആവും. അപ്പൊ ഇതുപോലുള്ള കുറെ മിസ് വേർഡ്സ് ഇനിയും ഉണ്ട്. ഇതിൽ കുറച്ച് വേർഡ്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് എമിസ് എന്നുള്ളൊരു വേർഡും കൂടെ പുതുതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മലയാളം മീനിങ്ങും പറഞ്ഞാണ് പോയിരിക്കുന്നത്. ഇത് ഹെൽപ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. See you soon with another useful video. Till then, bye.